ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാജിക് ആസ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ട് ഇതുവരെ ചെയ്യാത്തതാണ്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രസ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡ്രസ്സിനെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽവാർ കമ്മീസാണ്. സൽവാർ കമ്മീസ് ഒരു 5 സെറ്റ് സൽവാർ കമ്മീസാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ മെറ്റീരിയൽ എന്താണ്, ഡിസൈൻ എന്താണ്, വർക്ക് എന്താണ്, അതൊക്കെയാണ് പറയുന്നത്. വീഡിയോ ഒക്കെ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റോസ് വാട്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന്. ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു അത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇത് ആക്ച്വലി ഇത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. ബെല്ലി ഫാറ്റെല്ലാം കുറയാൻ നല്ലതാണ്. നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തലേ ദിവസം രാത്രിയാണ് ഉണ്ടാക്കി വെക്കേണ്ടത് 2 ലിറ്റർ വെള്ളത്തിൽ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്, നിങ്ങൾക്ക് നോക്കാം, ഒന്നുകൂടെ കാണാം. എന്നിട്ട് രാവിലെ വരെ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കണം, ഒരു 1-2 ഗ്ലാസ്. പിന്നെ അത് കഴിയുന്നത് വരെ നമുക്ക് എപ്പോഴാണോ വെള്ളത്തിന് ദാഹമുള്ളത് അത് രാത്രി ആകുമ്പോഴേക്കും തീർത്താൽ മതി. അപ്പം പല രീതിയിലുള്ള ഡീറ്റോക്സ് വാട്ടർ ഉണ്ട്. അതിൽ ഒരു ഐറ്റമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സ്ട്രോബെറി ഇട്ടുള്ളതും വാട്ടർമെലൺ ഇട്ടുള്ളതും എല്ലാം ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇനി അതുപോലുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോടെല്ലാം പറയണം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. ഇന്നിവിടെ കാണിക്കാൻ പോണത് ഒരു 5 സൽവാർ കമ്മീസാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഞാൻ തയ്ച്ചതല്ല, പുറത്ത് കൊടുത്ത് തയ്പ്പിച്ചതാണ്. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതി, എൻ്റേതായിട്ടുള്ള സ്റ്റൈലെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്ത് തന്നതാണ്. കൂടുതലും പ്ലെയിൻ കളേഴ്സാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം പ്ലെയിൻ കളർ ഡ്രസ്സസാണ്. അതുകൊണ്ട് തന്നെ അധികവും എൻ്റെ അടുത്തുള്ള കളക്ഷൻസ് പ്ലെയിൻ കളറാണ്. പ്രിൻ്റഡും ഫ്ലോറൽ ഡിസൈനെല്ലാം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഓരോ ചുരിദാരും എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ മെറ്റീരിയൽ ക്രേപ്പ് സിൽക്കാണ്, ലാവൻഡർ കളറാണ്. ഇതൊരു ഓവർ കോട്ടും അതിൻ്റെ അടിയിലും വേറൊരു സെറ്റ് സൽവാറും കൂടി ഉണ്ട്. ഫങ്ഷനെല്ലാം ഇടാൻ പറ്റുന്നതാണ്. ഈ ലേസ് എല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എംബ്രോയ്ഡറിയും ഡിസൈൻ വർക്കൊന്നുമല്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പല കളറുകളിലും. നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്താണ് കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ഓരോ ഡ്രസ്സിനും മാച്ച് ആയത് സെലക്ട് ചെയ്യുക. ഈ സെൻറ്ററിൽ വെച്ചിട്ടുള്ള ലേസും അതുപോലെ വാങ്ങിച്ച് തന്നെയാണ്. അതിന് 2 സൈഡിലും പൈപ്പിംഗ് നമ്മൾ പിന്നെ എക്സ്ട്രാ ചെയ്തതാണ്. ഏറ്റവും താഴെയും അതുപോലെ കയ്യിൽ വെച്ചിട്ടുള്ള ആ ലേസ് തന്നെ വെച്ചിട്ടുള്ളത്. ഇതൊരു ഓവർ കോട്ട് ടൈപ്പാണ്. ഓവർ കോട്ട് എടുത്തു കഴിഞ്ഞാൽ താഴെ ഒരു സൽവാർ കമ്മീസ് സെയിം ഉണ്ട്. കളറ് ഒരു കോൺട്രാസ്റ്റ് കളറായിട്ടാണുള്ളത്. ഇത് ലാവൻഡർ കളറാണെങ്കിൽ അത് നല്ല വയലറ്റ് കളറാണ്. അത് ഫ്രണ്ടിൽ നിന്ന് ഓപ്പൺ ആയിട്ടാണ് ആ ഓവർ കോട്ടിലുള്ളത്. അപ്പോൾ നടക്കുമ്പോഴെല്ലാം ശരിക്കും കാണാം ഈ അടിയിലെ ചുരിദാർ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കളർ കോമ്പിനേഷൻ നല്ലതാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും ഇടാം. ഈ ചുരിദാർ ലൈനിങ് എല്ലാം വെച്ച് സാധാരണ ഒരു ടോപ്പ് തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചിട്ടുള്ളത്. നമുക്ക് ആ കോട്ടില്ലാതെ ഇത് പ്ലെയിൻ ആയിട്ടും ഇടാം. ഈ മെറ്റീരിയലും ക്രേപ്പ് സിൽക്കാണ്. അതിൻ്റെ ഷോളാണ് ജോർജറ്റ് ഷോളാണ്. അതിൽ വെൽവെറ്റാണ്. നടുവിൽ ബ്ലാക്ക് വെൽവെറ്റും അതിന് 2 സൈഡിൽ പൈപ്പിങ്ങുമാണ്. ഓറഞ്ച് കളർ പൈപ്പിങ്ങും മജന്ത പൈപ്പിങ്ങുമാണ്. നമ്മൾ സൽവാർ കമ്മീസിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള പൈപ്പിങ്ങും ഇതും നല്ല മാച്ച് ആയിട്ടുണ്ട്. അതിലും ഇതുപോലെ ഓറഞ്ച് കളറും മജന്ത കളറും പൈപ്പിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. അതിന് 4 സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടി വെയർ ആണ്. ഡിഫറെൻറ്റ് ലുക്കാണ്.
ഏത് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത സൽവാർ കമ്മീസിലേക്ക് പോവാം. റെഡ് കളറാണ്, ശരിക്കും ബ്ലഡ് റെഡ് കളർ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു റെഡാണിത്. വീഡിയോയിൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഒരു കുർത്തി വാങ്ങിച്ചതായിരുന്നു. അതിൻ്റെ വർക്ക് ഈ നെക്കിൽ കാണുന്ന വർക്ക് അവിടെ വാങ്ങിക്കുമ്പോൾ തന്നെ ഉള്ളതായിരുന്നു. വേറെ വർക്ക്സ് ഒന്നും ഇല്ലായിരുന്നു. ഇതൊരു ബീഡ്സ് വർക്കാണ്. നെക്കിൽ താഴെ വരെ ഒരു ഗോൾഡൻ പൈപ്പിങ്ങും ഉണ്ട്. ഹൈനെക്കാണ്, ജോർജറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിരുന്നു. ഒരു പാർട്ടി വെയർ ആയിട്ടൊന്നും യൂസ് ചെയ്യാനുള്ള ഒരു ലുക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മെറ്റീരിയൽ വാങ്ങിക്കാൻ കിട്ടും. ഈ കയ്യിൽ വെച്ചിട്ടുള്ള മെറ്റീരിയൽ കോഴിക്കോട് മെട്രോ എന്ന് പറഞ്ഞ ഷോപ്പാണ്. അതിൽ ഒരുപാട് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ബോർഡറായിട്ട് നല്ലൊരു 10 ഇഞ്ച് അതിൽ കൂടുതലോ വീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 2 സൈഡിലായിട്ടും ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എത്ര തയ്ച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല. അപ്പോൾ അതിൻ്റെ 2 സൈഡിലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയാണ് വെച്ചത്. ഇതതിൻ്റെ ഷോളാണ്. റെഡ് സെയിം കളർ മെറ്റീരിയലിൽ ഗോൾഡൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ കളർ മെറ്റീരിയൽ വാങ്ങിച്ചതാണത്. ഇങ്ങനത്തെ മെറ്റീരിയലെല്ലാം എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതിൽ പല പ്രിൻ്റുകളിലും കിട്ടുന്നതാണ്. ഇതിന് ഏറ്റവും മാച്ചായി തോന്നിയത് ഇതാണ്. അതാണ് ഞാനിതെടുത്തത്. അതിൻ്റെ ബോട്ടം ബ്രൊക്കേഡ് മെറ്റീരിയലാണ്, ഗോൾഡൻ കളറാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയി തോന്നും. റെഡ് കളർ ബോട്ടം തന്നെ ആണെങ്കിൽ ഒരു ഓർഡിനറി ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ബ്രൊക്കേഡ് മെറ്റീരിയലിൽ ബോട്ടം തയ്പ്പിച്ചത്. പലോസോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ ചുരി ബോട്ടം ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ ചെയ്യാം. എനിക്ക് ഏറ്റവും കംഫർട്ടബിളായി തോന്നിയിട്ടുള്ളത് പലാസോ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് തയ്പ്പിക്കൽ. ഇനി നെക്സ്റ്റ് നോക്കാം. ഒരു ഗ്രേപ്പ് കളറാണ്. നല്ല ഭംഗിയുള്ള കളറാണിത്. ചിക്കു കളർ ഷോളുമാണ്. ഇത് ബീഡ്സ് വർക്കാണ്, ഹാൻഡ് വർക്കാണ് ഈ ചെയ്തിട്ടുള്ളത്. ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു മീഡിയം സൈസ് ബീഡ്സ് ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. പിന്നെ അവിടെ എംബ്രോയ്ഡറി ഉണ്ട്, ഗോൾഡൻ കളർ എംബ്രോയ്ഡറി. പിന്നെ ഗോൾഡൻ കളർ പൈപ്പിംഗ് ആണ്. നെക്ക് മൊത്തം ഉണ്ട്. താഴോട്ട് വന്നിട്ട് ഇവിടെ ഒരു സ്ലിറ്റാണ്. അവിടെ മുതൽ ഓപ്പൺ ആണ് ഈ സൽവാർ കമ്മീസ്. താഴെ വരെ ഓപ്പൺ ആണ്. പിന്നെ ഉള്ളത് പിന്നെ താഴെ ഒരു ഗോൾഡൻ കളർ ലേസ് വെച്ചിട്ടുണ്ട്. ഫ്ലോർ ടച്ച് ആണ്. നല്ല ലെങ്തി ആയിട്ടുള്ള സൽവാർ കമ്മീസാണ്. പാർട്ടി വെയർ ആണ്. ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ്. അതും ഗോൾഡൻ കളർ എംബ്രോയ്ഡറി ആണ്. ഈ മെറ്റീരിയൽ ജോർജറ്റ് അല്ല, എന്തോ ജോർജറ്റിൻ്റെ കൂടെ ഒരു മിക്സിംഗ് ഉണ്ട്. നല്ല മെറ്റീരിയലാണ്. ഹാൻഡ് വാഷൊക്കെ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഷോളാണ്, ചിക്കു കളറാണ്. ഇതൊരു ഓവർ കോട്ടാണ്. അതിൻ്റെ അടിയിൽ
വേറെയുണ്ട്. നമുക്കത് തന്നെ വേണമെങ്കിൽ ഇടാം. ഷ്രഗെല്ലാം ഉപയോഗിച്ച് ഒരു ഫ്രോക്ക് ടൈപ്പാണ്, അംബ്രല്ല കട്ടിങ്, സെയിം മെറ്റീരിയലാണ്. ഇതെല്ലാം പാർട്ടിക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിയിലൊന്നും, പിന്നെ ഒരു ഓവർകോട്ട് ടൈപ്പൊക്കെ, ബാക്കിൽ സിപ്പാണ്. താഴെയുള്ള സ്റ്റിച്ചിങ് ഇങ്ങനെയാണ്. ഷോളിന് ചുറ്റുഭാഗം ലൈസാണ് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഇത് ക്രേപ്പ് സിൽക്കാണ്. ഈ സൽവാറിന് എംബ്രോയ്ഡറി ഒന്നുമില്ല, ഡിസൈനിങ്ങും ഒന്നും അങ്ങനെ ലേസ് വർക്കൊന്നുമില്ല. ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയലിൽ വേറെ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് കളറ് പീസ് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ബോർഡർ എല്ലാം കൊടുത്തതാണ്. ഹൈനെക്കാണ്. അവിടെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. ഏത് കളർ കോമ്പിനേഷനിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. വിട്ടുന്നെല്ലാം കാണുമ്പോൾ ഇത് ശരിക്കും ഓപ്പൺ ആണെന്ന് തോന്നും, പക്ഷെ ഓപ്പൺ അല്ല. നല്ല ഫ്ലോർ ടച്ചാണ്. ബാക്കിൽ നല്ല ഇറക്കം കൂടുതലും, ഫ്രണ്ടിൽ കുറച്ച് പൊന്തിയിട്ടുമാണ്. ഈ മോഡല് ലെങ്തി ആയിട്ടുള്ളതാണ്. തടിയുള്ളവർക്കൊക്കെ കുറച്ച് തടി കുറഞ്ഞു തോന്നുന്നുണ്ട് ഈ ഒരു സ്റ്റൈല്. ബാക്കിലും അതുപോലെ ആ കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് ബാക്ക് സൈഡിൽ മടിയിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് സെയിം കളർ മെറ്റീരിയൽ വെച്ച്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. വർക്കൊന്നും ഇല്ലെങ്കിലും നല്ല ഇടുമ്പോൾ നല്ല ലുക്ക് ഉണ്ട്. ഷോള് ബ്ലൂ കളറിൽ, ടോപ്പിൻ്റെ ലൈറ്റ് ബ്ലൂ ബോർഡർ കൊടുത്തിട്ടുണ്ട് 4 സൈഡിലും. പിന്നെ വയലറ്റ് വെച്ചിട്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഉണ്ട്. ക്രേപ്പാണ്, സാധാരണ വില കുറഞ്ഞ ക്രേപ്പാണ്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതും ഒരു ക്രേപ്പ് സിൽക്കാണ്. ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. എല്ലാ ഇപ്പം നേരത്തെ കാണിച്ച ബ്ലൂവും ഇതും ക്രേപ്പ് ആണെങ്കിൽ കൂടി ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഹൈനെക്കാണ്. ചിക്കു കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനോട് മാച്ച് ആയിട്ടുള്ള ലേസ് വാങ്ങിച്ചതാണിത്. ബീഡ്സ് വർക്ക് ഉള്ളതാണ്. ഈ മെറ്റീരിയലിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചുളിയുന്നുണ്ട്. നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞ് പോയി വരുമ്പോഴേക്കും ഡ്രസ്സ് നല്ലോണം ചുളിഞ്ഞു പോയിട്ടുണ്ടാവും. അതല്ലാതെ നല്ല ലുക്കുണ്ട്. കയ്യിൽ ബോർഡർ വെച്ചിട്ടുണ്ട്. കഴുത്തിൽ വെച്ച അതേ ലേസ് തന്നെയാണ്. ഇവിടെ 2 ലെയർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കയ്യിൽ നമ്മൾ ഒരു ലെയറേ വെച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഒന്നും കൂടി വെച്ചാൽ കുറച്ചും കൂടി ഒരു ഹെവി ലുക്കായി തോന്നും. സ്ലിറ്റിൽ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. ചിക്കു കളർ ഷോളിൻ്റെ സെയിം മെറ്റീരിയലാണ്. താഴെയുണ്ട്. ബാക്ക് സൈഡിലും സെയിം പോലെ കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല ലെങ്തി ആയിട്ടുള്ള സൽവാറാണ്. അതിൻ്റെ ഷോളാണ്.
അതിന് നല്ല കുറച്ചും കൂടി നല്ല വിഡ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ബോർഡർ ചുരിദാറിൻ്റെ സെയിം മെറ്റീരിയലാണ്, ടോപ്പിൻ്റെ സെയിം മെറ്റീരിയലാണ്. 2 സൈഡിലും ടാസൽസ് വെച്ചിട്ടുണ്ട്. ഇതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചെറിയ റേറ്റേ ഉള്ളൂ, പല സൈസിലും കിട്ടുന്നതാണ്. ഇതൊരു പാർട്ടി വെയർ തന്നെയാണ്, നമുക്ക് നല്ലൊരു പാർട്ടിക്കെല്ലാം ഇടാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ഡ്രസ്സ് ഇടുമ്പം ശരിക്കും ഒരു യുണീക്ക് സ്റ്റൈലായിട്ട് തന്നെ വരും. കാരണം ആരടുത്തും ഉണ്ടാവില്ല നമ്മൾ തയ്പ്പിച്ചിടുമ്പോൾ, അതാണ് ഒരു പ്രത്യേകത. റെഡിമെയ്ഡൊക്കെ ഒന്ന് വാങ്ങിച്ചാൽ ഒരുപാട് ആൾക്കാർ ഒരുപോലെ ഉള്ളത് കാണാം എല്ലായിടത്തും. പിന്നെ അത്രയും നല്ല ഡിസൈനിങ് ഷോപ്പിൽ നിന്ന് വലിയ വില കൊടുത്തൊക്കെ വാങ്ങിക്കുമ്പം അത് ആരടുത്തും കാണൂല. അതിപ്പോൾ നമ്മൾ തന്നെ അതെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഡിഫറൻസ് എന്തായാലും കാണും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കാണുന്നത് വരെ ബൈ.